ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ പൊന്നൂസിന് പാല് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ആണ്. ഇവരെ ഫോട്ടോ എന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ പൊന്നൂസിൻ്റെ ഉപ്പയും ഉമ്മയും. അപ്പോൾ ഇവരെ മോളാണ് ലൈസ ഷബീർ. അങ്ങനെയാണ് എൻ്റെ പൊന്നൂസിൻ്റെ പേര്. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് പോവുകയാണ്. എട്ടിക്കുളാണ് വീട്. ഹാമ്പറൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ്. ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഹാമ്പർ ഉണ്ടാക്കേണ്ടവർക്ക് അതൊന്ന് കയറി കാണുക. അങ്ങനെ ഞാൻ ഈ ഹാമ്പർ ഫ്രണ്ടിൽ ആറ്റാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ കാർണോറാണ്. അപ്പോൾ ബാക്കിലെല്ലാം കൊടുത്താൽ അതിൻ്റെ കഥ അതോ ഗതിയാവും. അങ്ങനെ ആറ്റാൻ്റെ കൈമിൽ ഫ്രണ്ടിൽ കൊടുത്ത് കേക്ക് എൻ്റെ കസിൻ്റെ കൈമിൽ മുന്നിലും കൊടുത്ത് 2 കാറിലായിട്ടാണ് നമ്മൾ പോയിന്. ഒന്ന് ഞാനും എടുത്ത്, ഒന്ന് എൻ്റെ ഹസ്ബൻഡും എടുത്ത്. ഒരുപാട് ആളൊന്നുമില്ല, കുറച്ചാൾ മാത്രമേ, അത്യാവശ്യം ആൾ മാത്രമേ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ ചില സാഹചര്യങ്ങൾ കൊണ്ട്. അങ്ങനെ നമ്മൾ എട്ടിക്കുളം അവരെ വീട്ടിലെത്തി. വീട്ടിൻ്റെ അകത്തേക്ക് കയറിയെന്ന്. അപ്പോൾ ഈ ഹാമ്പറും സെറ്റും ഞാൻ തന്നെയാണ് പിന്നെ കറന്നിറങ്ങിയ ശേഷം വാങ്ങി പിടിച്ച്. പിന്നെ കേക്ക് എൻ്റെ ആപ്പാര മോളും, പിന്നെ മറ്റ് ഗിഫ്റ്റ് എൻ്റെ കാർണോറ് മക്കളാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വീട്ടിനകത്തെത്തി ഉടനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റുള്ള ഡ്രിങ്ക് തന്നെയാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് അത് കുടിക്കലായി. അങ്ങനെ കുടിച്ചതിന് ശേഷമാണ് ഇനി എൻ്റെ മുത്തിന്, എൻ്റെ പൊന്നൂസിന് പാൽ കൊടുക്കേണ്ട പരിപാടിയെല്ലാം തുടങ്ങുക. അപ്പോൾ എൻ്റെ ഉമ്മാരി കയ്യിലുള്ളതാണ് നമ്മളെ മുത്ത്. നമ്മളെ മുത്ത് എന്ന് വെച്ചാൽ എനിക്ക് 3 ആൺകുട്ടികളാണ്. അപ്പം അതിന് ശേഷം നമുക്ക് കിട്ടിയൊരു മോളാണിത്. അപ്പോൾ നമ്മളെ രാജകുമാരിയാണിത്. അങ്ങനെ ഉമ്മ മോൾക്ക് അവൾ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുകയെന്ന്. വൈറ്റ് ഉടുപ്പാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഞാൻ കണ്ടത് സെഞ്ചുറിയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. സെഞ്ചുറീൻ്റെ ഓഫേഴ്സിലുള്ള ഒരു വീഡിയോ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നവർക്ക് കയറി കാണാം കേട്ടോ. ഈ കുഞ്ഞു മോൾ ഏതാണെന്നറിയോ? ഇതാണ് എൻ്റെ കാർണോറും മോളാണ് ഐസിൽ. അങ്ങനെ നമ്മളെ പൊന്നൂസിന് ലൈസ മോൾക്ക്, ലൈസ ഷബീർ എന്നാണ് അവളുടെ ഫുൾ നെയിം. മോൾക്ക് ഉമ്മ വൈറ്റ് ഉടുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് തന്നെ നല്ലൊരു തൊപ്പിയും കയ്യിലിടുന്നതും കാലിലിടുന്നതും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഡ്രസ്സാണ്. ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മ ലത്തീഫ. അപ്പോൾ ആദ്യം എൻ്റെ കാർണോറ മോളെ കയ്യിലാണ് കുഞ്ഞിന് കൊടുത്തത്. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, എല്ലാവരും വിചാരിക്കും നീയാ ഉമ്മ. പിന്നെ നമ്മൾ പാൽ കൊടുക്കല പറയില്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ നൂല് കെട്ട്, 40 ഉളി അങ്ങനെയൊക്കെ ഇതിന് പറയൂട്ടാ. നമ്മളെ ഭാഷയിൽ പാൽ കൊടുക്കൽ എന്ന് പറയില്ലേ. പിന്നെ വേറൊരു കോമഡി നടന്നിട്ടുണ്ട്. നമ്മൾ മുറിക്കാൻ വേണ്ടി കൊണ്ടുപോയ കേക്ക് കുഞ്ഞിൻ്റെ ഉമ്മാനും വെച്ചിട്ട് മുറിപ്പിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ അത് നടന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളും എൻ്റെ കസിൻ്റെ മോളും കൂടിയിട്ട് അത് തോണ്ടിപ്പറിച്ചൊരു പരുവത്തിലാക്കി. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോക്ക് കേട്ടോ. ഫുൾ വീഡിയോ കാണണേ. കണ്ടിട്ട് നിങ്ങളെ കമൻസ് അറിയിക്കണേ. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞതിന് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ കണ്ടോക്ക് കേട്ടോ. നമ്മൾ മൂക്ക് അരിയിലും കത്തിലും കിട്ടുന്നതും വടയിട്ട് കൊടുക്കുന്നതും ഒക്കെ ഒന്ന് കണ്ടോക്ക് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ കമൻസും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം.
ആ ഫോണിലേക്ക് നോക്ക്. വെക്കലി ബേബി കൊടുക്കാൻ കഴിയോ? പറ, അഞ്ചിനോട് പറ. ആ ബേബി കൊടുക്കണം പറ. ഇത് കണ്ടപ്പോൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. പോയി വരുന്ന വഴിക്കാന്ന് കേട്ടോ ഞാൻ മഞ്ഞപ്പിത്തത്തിനെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ കയറി ഞാൻ ബ്ലഡ് ടെസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. എൻ്റെതെല്ലാം നോർമലായിന്. അപ്പോൾ ലാസ്റ്റ് ടെസ്റ്റാണിത്. ഗുളികയൊക്കെ നിർത്തി. ഇനി അത് കംപ്ലീറ്റ് പോയോ, ഇനി വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ പോയിട്ട് ചെയ്യാൻ പറഞ്ഞ ടെസ്റ്റാണ്. അങ്ങനെ ഞാൻ വിചാരിച്ച് അതിൻ്റെ പിറ്റേന്ന് ഡോക്ടറെ കാണിക്കണ്ടേ. അപ്പോൾ 1-2 മണിക്കൂർ പോയി ടെസ്റ്റിന് കാത്തിക്കാൻ കഴിയില്ല. പോകുന്ന വഴിക്ക് തന്നെ ഇതങ്ങ് കൊടുത്തിട്ട് പോവാം. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും നോക്കുന്നുണ്ട്. നല്ല അണിഞ്ഞൊരുങ്ങിയിട്ടല്ലേ പോകുന്നത്. ഇതെടുത്തേക്കാന്ന് കല്യാണത്തിന് പോകുന്ന പോലെ ഇവർ വന്നിട്ടുള്ളേ. പിന്നെ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഏതായാലും ഞായറാഴ്ചയല്ലേ എവിടെയെങ്കിലും കല്യാണത്തിന് പോയി വന്നതായിരിക്കും.